കാട്ടുപന്നികളെയൊക്കെ നമ്മൾ കണ്ടാൽ ഉടൻ തന്നെ വെടിവെക്കണമെന്നാണ് നാട്ടിലെ പൊതുവെ ഒരു പറച്ചില്. എന്നാൽ പത്തനംതിട്ട കലഞ്ഞൂരിൽ നാട്ടിലിറങ്ങിയ കാട്ടുപന്നിയെ കൊല്ലാനേ പാടില്ല എന്ന നിലപാടിലാണ് പ്രദേശവാസികളിൽ ചിലർ. എന്താണെന്നറിയാം. പൊട്ടക്കിണറ്റിലെ കാട്ടുപന്നി കാരക്കക്കുഴിയിലെ ഏതാനും പേരുടെ അരുമയാണ്. വിളിച്ചാൽ തലയുയർത്തി നോക്കും. ദിവസവും രാവിലെയും വൈകുന്നേരവും ബിന്ദു ഭക്ഷണം എത്തിച്ചു നൽകും. ചിലപ്പോൾ ചോറ്, മറ്റു ചിലപ്പോൾ കപ്പയോ ചക്കയോ. നാടൻ വിഭവങ്ങളോട് കാട്ടുപന്നിക്ക് പ്രിയം തുടങ്ങിയത് കഴിഞ്ഞ മാസമാണ്. ചെളിപുരണ്ട് കിണറ്റിൽ നിൽക്കുന്ന കാട്ടുപന്നിക്ക് മേൽ വെള്ളം തളിച്ച് കുളിപ്പിക്കുകയും ചെയ്യും. ദിവസേന ഒരു തവണ. അതാണ് കുളിയുടെ കണക്ക്. പോയ മാസം 21 ഉച്ചയ്ക്കാണ് കാരക്കക്കുഴിയിലെത്തിയ കാട്ടുപന്നികളിലൊന്ന് പൊട്ടക്കിണറ്റിൽ വീണത്. 1.5 മാസം മുമ്പേ കാട്ടുപന്നി കൂട്ടത്തോട് ഓടി വന്ന കൂട്ടത്തിൽ ഒരു പന്നി കിണറ്റിനകത്തിൽ അകപ്പെട്ടു പോയതാണ്. അന്ന് തൊട്ട് ഫോറസ്റ്റുകാരെയും പഞ്ചായത്തിലും കളക്ടറെയും ഒക്കെ അറിയിച്ചിട്ടും ആരും ഇതുവരെ അതിനെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ഒരു യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഞങ്ങൾ അന്ന് മുതലേ ഇതിന് ആഹാരം കൊടുക്കുന്നുണ്ട്. ചക്കയും ചീനിയും ചോറും വെള്ളവും ഒക്കെ കൊടുത്തിട്ട് അത് സുരക്ഷിതമായിട്ട് ഇങ്ങനെ ഇതിൽ തന്നെ കഴിയുന്നുണ്ട്. ആൾമറയില്ലാത്ത പൊട്ടക്കിണറ്റിലാണ് പന്നി വീണ് കിടക്കുന്നത്. വെള്ളമില്ലാത്തത് കൊണ്ട് ഇതുവരെ അത് ജീവനോടെ ഇരിക്കുന്നുണ്ട്. കാട്ടുപന്നി കിണറ്റിലെത്തിയ കാര്യം അറിയിക്കേണ്ടവരെയെല്ലാം അറിയിച്ചിരുന്നു. പക്ഷേ 40 ദിവസം അത് പുറം ലോകം കണ്ടതേയില്ല. നമ്മൾ അറിയിക്കേണ്ട അറിയിച്ചു. എന്നിട്ടും അവർ പറയുന്നത് ഒന്നി വെടിവെച്ച് കൊല്ലുക, എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക. ഇതാണ് അവർ പറയുന്നത്. പഞ്ചായത്ത് വിവരം അറിയിച്ചു, കളക്ടറേറ്റ് വിവരം അറിയിച്ചു, എല്ലാം അറിയിച്ചതാണ്. കാരക്കാക്കുഴി കൊച്ചുപുരയിടത്തിലെ ആൾമറയില്ലാത്ത പൊട്ടക്കിണറ്റിനരികിലെത്തിയപ്പോഴാണ് കാട്ടുപന്നിക്ക് അടിതെറ്റിയത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.